നമസ്കാരം. ബഹിരാകാശ ലോകത്തിലെ കാഴ്ചകൾ എന്നും അനന്തമാണ്. നിരവധി നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് ഭൂമിക്ക് പുറത്തുള്ള കാഴ്ചകളെക്കുറിച്ച് ശാസ്ത്രലോകം നടത്തുന്നത്. ഇത്തരം പഠനങ്ങളിൽ നിന്നും ഭൂമിയേക്കാൾ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു യാത്രാ വിമാനത്തിന്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഞായറാഴ്ച ഭൂമിയിൽ നിന്നും 66 ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയി. മണിക്കൂറിൽ 16,500 കിലോമീറ്റർ ആയിരുന്നു വേഗത. 2024 KN-1 എന്ന ഈ ചിഹ്നഗ്രഹം 2038 ജൂലൈ 12 ഭൂമിയുമായി കൂട്ടിയിടിച്ചേക്കുമെന്നാണ് US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മുന്നറിയിപ്പ്. ഇതിനുള്ള സാധ്യത 72%. ചിഹ്നഗ്രഹ ഭീഷണിയെപ്പറ്റി പഠിക്കാനും പ്രതിരോധ മാർഗങ്ങൾ വിലയിരുത്താനുമായി നാസ നടത്തുന്ന പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി ടേബിൾ ടോപ്പ് എക്സസൈസിന്റെ റിപ്പോർട്ടിലാണ് 2024 KN-1 കുറിച്ചുള്ള പ്രവചനം. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് നാസ ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത്. ചിഹ്നഗ്രഹം ഭൂമിയിലിടിക്കാൻ 72% സാധ്യതയുണ്ടെന്നും അത് തടയാൻ വേണ്ടത്ര തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാകില്ലെന്നുമാണ് നാസ പറയുന്നത്. നാസ 5ാമത് പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി ടേബിൾ ടോപ്പ് സംഘടിപ്പിച്ചിരുന്നു. നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസ് ഫെമയുടെ പങ്കാളിത്തത്തോടെയും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഓഫീസ് ഓഫ് സ്പേസ് അഫയേഴ്സിന്റെ സഹായത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തരം ചിഹ്നഗ്രഹ ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ കഴിവിനെ അറിയുന്നതിനും വിലയിരുത്തുന്നതിനുമായാണ് ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിച്ചത്. ഭാവിയിൽ കാര്യമായ ചിഹ്നഗ്രഹ ആഘാത ഭീഷണികളൊന്നുമില്ലെങ്കിലും സാങ്കല്പിക അഭ്യാസങ്ങൾ, വിവിധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അപകട സാധ്യതകൾ, പ്രതികരണ തിരഞ്ഞെടുപ്പുകൾ, സഹകരണത്തിനുള്ള അവസരങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നതിലൂടെ മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ഭാവിയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാകാവുന്ന ചെറിയ പ്രാദേശിക നാശനഷ്ടങ്ങൾ മുതൽ പ്രവചിക്കപ്പെട്ട ആഗോള ദുരിതങ്ങൾ വരെ വിലയിരുത്തി. ഈ പ്രാരംഭ വ്യവസ്ഥകളിലെ അനിശ്ചിതത്വങ്ങൾ പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ പരിഗണിക്കാൻ അനുവദിച്ചതായി വാഷിംഗ്ടണിലെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ ലിൻലി ജോൺസൺ പറഞ്ഞു. മനുഷ്യരാശിയുടെ നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു വലിയ ചിഹ്നഗ്രഹത്തിന്റെ ആഘാതം എന്നത് മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെടാനും തടയാനും സാധ്യതയുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രാരംഭ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഭൂമിയിൽ ചിഹ്നഗ്രഹം ഇടിക്കാനുള്ള സാധ്യത 14 വർഷത്തിനിടെ ഏകദേശം 72%ആണെന്നും പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ 2038 ജൂലൈ 12 ഭൂമിയിൽ ചിഹ്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത 72%ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം, ഘടന, ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ പ്രാഥമിക നിരീക്ഷണം പര്യാപ്തമല്ലെന്നും കൂടുതൽ പഠനം വേണമെന്നും നാസ കൂട്ടിച്ചേർത്തു. ദുരന്തങ്ങൾക്കും മുമ്പും ദുരന്തമുണ്ടാകുമ്പോഴും ശേഷവും ജനങ്ങളെ സഹായിക്കുക എന്നതാണ് തങ്ങളുടെ ദൌത്യമെന്ന് ഫെമ ഉദ്യോഗസ്ഥൻ ലെവിറ്റക്കസ് LA ലൂയിസ് പറഞ്ഞു. വ്യക്തികൾക്കും സമൂഹത്തിനും സാധ്യമായ അപകട സാധ്യതകൾ മനസ്സിലാക്കാനും തയ്യാറെടുക്കാനും സഹായിക്കുന്നതിന് ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ എല്ലാ ദിവസവും രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു. ഒരു ചിഹ്നഗ്രഹ ആഘാതമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇന്റർ ഏജൻസി കോർഡിനേഷനിൽ ഫെമ മുൻനിരയിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാസയുടെ ഡാർട്ട് അഥവാ ഡബിൾ ആസ്റ്റീരിയോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ദൌത്യത്തിൽ നിന്നുള്ള ഡാറ്റ ആദ്യമായി ഉപയോഗിച്ചത് ഈ സമ്മേളനത്തിലാണ്. ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ പ്രതിരോധിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ആദ്യത്തെ ബഹിരാകാശ പ്രദർശനമാണിത്. 2022 സെപ്റ്റംബർ 26 ഡിമോർഫോസ് എന്ന ചിഹ്നഗ്രഹത്തെ സ്വാധീനിച്ച ഡാർട്ട് ബഹിരാകാശ പേടകം ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തെ മാറ്റാൻ ഒരു ചലനാത്മക ആഘാതത്തിന് കഴിയുമെന്ന് സ്ഥിരീകരിച്ചു. ഒരു യഥാർത്ഥ ആഘാത ഭീഷണിക്ക് ഇതോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യയോ പ്രയോഗിക്കുന്നതിന് നിരവധി വർഷത്തെ മുൻകൂർ ആസൂത്രണം ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായി അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹത്തെ വിലയിരുത്താനും തിരിച്ചറിയാനും തടയാനും ഭൂമിക്ക് സമയമുണ്ടെന്ന് ഉറപ്പാക്കാൻ നാസ NEO സർവേയർ വികസിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാസയുടെ NEO സർവേയർ 2028 ജൂണിൽ വിക്ഷേപിക്കും. നാസയെ കൂടാതെ വിവിധ US സർക്കാർ ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുമുള്ള 100ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.